Specifically, Mamka's last 2 years and the choices he's making are just mind-bending. Yeah. It's unbelievable what he's doing. Yeah. Just Nanpagal Nirutmayakam and Kadal to this year is amazing to play that at his age, and the curiosity he has in discovering a new character is unmatched, I think. Recently watched his film Kadal and he's so beautiful in it. You know, I messaged Dulquer after that saying, will you please convey my message to your father? You have played a gay man, you know, for the biggest superstar in Malayalam cinema is, unfortunately, I don't think any of our Hindi film actors would be able to do a film like Kadal. ധൈര്യമില്ല, നമുക്ക് അങ്ങനെ ധൈര്യപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ, ആഗ്രഹം കൊണ്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ റോൾ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമില്ല ഒരു ആക്ടർക്ക്. ഐ ഡോണ്ട് വാണ്ട് ടു ഇഗ്നോർ ദ ആക്ടർ. അപ്പോൾ അയാൾക്കൊരു പൊസിഷൻ, ഒരു സ്ഥാനം ഉണ്ടാവണം. മമ്മൂട്ടി ചിത്രങ്ങളെ കോവിഡിന് മുൻപ്, കോവിഡിന് ശേഷം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. 70 വയസ്സിന് മുകളിലുള്ള ഒരു നടനെ കൊണ്ട് മലയാളത്തിലെ പല യുവനടന്മാർക്ക് പോലും ലഭിക്കാത്തത്ര ഡിഫറൻ്റായ, ബോൾഡായ, റിസ്കിയസ്റ്റായ സ്ക്രിപ്റ്റുകളും ക്യാരക്ടറുകളും ലഭിക്കുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കോവിഡിന് ശേഷം മലയാള സിനിമ കാണാൻ ആരംഭിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും ഇങ്ങേർക്ക് മാത്രം എങ്ങനെയാണ് ഇതിന് മാത്രം വെറൈറ്റി സിനിമകൾ കിട്ടുന്നത് എന്ന് തോന്നിപ്പോകും. ഒന്ന് ആലോചിച്ച് നോക്കുക. മലയാളത്തിലെ തന്നെ എവർഗ്രീൻ ഹിറ്റ് സിനിമകളായ ദൃശ്യം, മെമ്മറീസ് എന്നീ 2 പടങ്ങളും റിജക്ട് ചെയ്ത മമ്മൂട്ടി. മമ്മൂക്ക അന്ന് ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാവുമായിരുന്നു? ഇങ്ങനെയൊക്കെ തന്നെ പോയത്. അതിപ്പോൾ മമ്മൂക്ക ചെയ്താലും ആ പടം നന്നായിട്ട് തന്നെ വന്നേനത്. ഏകദേശം 2010-ലാണ് ജീത്തു ദൃശ്യത്തിന്റെ കഥയുമായി മമ്മൂട്ടിയെ സമീപിക്കുന്നത്. എന്നാൽ ഓൾറെഡി അങ്ങേര് കമ്മിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളുടെ തിരക്കുകൾ മൂലം ദൃശ്യം ചെയ്യാനാവാതെ പോവുകയായിരുന്നു. നമുക്കവിടെ പ്രശ്നം കഥ ഇഷ്ടപ്പെടാത്ത ഒന്നുമല്ല, നമുക്ക് കുറെ പ്രൊജക്ട്സ് കമ്മിറ്റ് ചെയ്തിരുന്നു. അതായത് ഒരു 1.5 വർഷം കഴിഞ്ഞാൽ നടക്കുള്ളൂ. അപ്പോഴത്തെ സാരി എന്നോട് തോന്നിയടാ ഇതാണ് സിനിമ, അപ്പോൾ നീ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നീ വേറെ സാധ്യതകൾ എന്തെങ്കിലും നീ നോക്കി. അദ്ദേഹം തന്നെ പറഞ്ഞപ്പോൾ, പക്ഷെ മെമ്മറീസിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തായിരുന്നു. അദ്ദേഹം എന്തോ അതും അദ്ദേഹത്തിന് കൺവിൻസിങ് ആയില്ല. എന്താണെന്നല്ല, മേ ബി ഞാൻ അതെങ്ങനെ കൺസീവ് ചെയ്യുന്നുള്ള ഇതായിരിക്കാം. ഇത് കേൾക്കുമ്പോൾ ദൃശ്യം മിസ്സാക്കിയതിൽ ചിലർക്ക് വിഷമമാവുകയും ചിലർക്ക് കളയാക്കാനും ഒക്കെ തോന്നിയേക്കാം. അതിനുശേഷവും ഒരുപാട് പുതുമയുള്ള സിനിമകളും നിരവധി കഥാപാത്രങ്ങളും ഒക്കെ മമ്മൂട്ടി ചെയ്തു. എങ്കിലും കൊല്ലങ്ങൾക്ക് ശേഷം ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് 2016 ഇറങ്ങിയ കസബയിലായിരുന്നു. അതും നിതിൻ രഞ്ജി പണിക്കർ എന്ന പുതുമുഖ സംവിധായകന്റെ ചിത്രം. അതിലെ ചില രംഗങ്ങളൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. Pardon me for not saluting you. I will make it up to you. Until we meet again. മധുരരാജ, ഉണ്ട, ഗാനഗന്ധർവൻ, മാമാങ്കം, ഷൈലോക്ക് ഇതൊക്കെയാണ് കോവിഡിന് തൊട്ടു മുൻപായി പുറത്തു വന്ന മമ്മൂട്ടി ചിത്രങ്ങൾ. ഇതിൽ ഉണ്ട ഒഴിച്ചു നിർത്തിയാൽ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം തന്നെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജേ ഉള്ളൂ. പിന്നീട് കോവിഡ് പാൻഡമിക് ആരംഭിച്ചതുകൊണ്ടാണോ എന്തോ ഇനിയെല്ലാം അങ്ങോട്ട് വെറൈറ്റി സ്ക്രിപ്റ്റുകൾ മാത്രമേ തിരഞ്ഞെടുക്കൂ എന്ന് ശപഥം ചെയ്ത് ഉറപ്പിച്ചതുപോലെ അടുത്തടുത്ത് ചെയ്ത പടങ്ങളെല്ലാം തന്നെ വെറൈറ്റി സിനിമകളും ഡിഫറെന്റ് കഥാപാത്രങ്ങളുമായിരുന്നു. കോവിഡിന് ശേഷം വന്ന മമ്മൂട്ടി ചിത്രങ്ങളിൽ CBI 5, ക്രിസ്റ്റഫർ എന്നിങ്ങനെ 1-2 സിനിമകൾ ഒഴികെ ബാക്കി എല്ലാ സിനിമകളും തന്നെ മമ്മൂട്ടി എന്ന നടൻ ചുമ്മാ അഴിഞ്ഞാടിയ ചിത്രങ്ങളായിരുന്നു. ബിലാലിന്റെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന മടുത്ത ആരാധകർക്കിടയിലേക്ക് അമൽ നീരദും മമ്മൂക്കയും കൂടി ഇറക്കിവിട്ട ഒരു ഐറ്റമായിരുന്നു ഭീഷ്മപർവം എന്ന സിനിമ. കുറെ കാലങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ ഏറ്റവും സ്റ്റൈലിഷ് ലുക്കിൽ കാണുവാൻ സാധിച്ചതും ഭീഷ്മയിൽ തന്നെയായിരുന്നു. താളികളെ എൻ്റെ അടുത്ത് എങ്ങനെ താളിക്കാൻ വന്ന പ്രാന്തം കുരിച്ചനാണ് വെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്കാൻ. അതേ വർഷം തന്നെ പുഴു. ഇത്തവണ ഒരു പുതുമുഖ സംവിധായകയെ പരീക്ഷിക്കാമെന്ന് മമ്മൂട്ടി തീരുമാനിച്ചു. ഇതിൽ അദ്ദേഹം ഹോണർ കില്ലിംഗ്, ടോക്സിക് പാരന്റിംഗ് ഒക്കെ കൂട്ടിക്കലർത്തിയ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം, പക്ഷെ അവർ തരുന്നത് നമ്മൾ മേടിക്കണമെന്നില്ല. വീണ്ടും ഒരേ ഒരു സിനിമ മാത്രം സംവിധാനം ചെയ്ത് പരിചയമുള്ള നിസാം ബഷീറിനൊപ്പം റോഷാക്ക്. എഗെയിൻ ഒരു ആന്റി ഹീറോ സബ്ജക്റ്റ്. സത്യം പറഞ്ഞാൽ മേക്കിംഗ് കൊണ്ടും സ്ക്രീൻ പ്ലേ കൊണ്ടും ഇതൊരു ഹോളിവുഡ് വൈബൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വേറെ ലെവൽ സിനിമയാണ്. ലൂക്ക് ആന്റണി. കോവിഡിന് ശേഷം വന്ന സിനിമകളിൽ മൈക്കിളിന് ശേഷം വന്ന ഏറ്റവും സ്റ്റൈലിഷ് ആൻഡ് വൻ കഥാപാത്രം. സാറവനെ കൊല്ലാൻ വന്നതാണല്ലേ? കൊല്ലുന്നതൊക്കെ പഴയ ഫാഷനല്ലേ, ആ ത്രില്ല് അപ്പോഴൊക്കെ തീരും.
പിന്നീട് തൊട്ടടുത്ത വർഷം LJPയുടെ നൻപകൽ നേരത്ത് മയക്കം. ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് കഥയും കഥാപാത്രവുമായിട്ടായിരുന്നു ഇത്തവണത്തെ മമ്മൂട്ടിയുടെ വരവ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും തൂക്കി. പുറകെ വന്ന ക്രിസ്റ്റഫർ ആവറേജിൽ ഒതുങ്ങിയപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു പുതുമുഖ സംവിധായകനോടൊപ്പം തന്നെ മമ്മൂട്ടി കൈകോർത്തപ്പോൾ പിറന്ന സിനിമയായ കണ്ണൂർ സ്ക്വാഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മികച്ചൊരു കമേഴ്ഷ്യൽ സിനിമയായി മാറുകയും ചെയ്തു. ഇതോടെ ഇനി കമേഴ്ഷ്യൽ സിനിമകൾക്ക് പിന്നാലെ തന്നെ പോകുമായിരിക്കും എന്ന് ചിന്തിച്ചിരുന്നവരെ കൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സൂപ്പർ സ്റ്റാറിനെ കീപ്പ് ചെയ്യുന്ന നടന്മാരാരും ചിന്തിച്ചു പോലും നോക്കാത്ത ടൈപ്പ് റോള്, ഗേ ക്യാരക്ടർ. ഈ ഒരു ഡിസിഷൻ ഇൻഡസ്ട്രി ഒട്ടാകെ വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. നമ്മുടെ കാപ്പാൻ സിനിമയൊക്കെ ആദ്യമായി കാണുന്ന സമയത്ത് 1-2 ട്വിസ്റ്റുകളൊക്കെ റിവീലായപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പോകുന്തോറും ട്വിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം തോന്നിയിരുന്ന ആ ഞെട്ടലൊക്കെ പയ്യെ അങ്ങ് പോയി. അതേപോലെ തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസ് കണ്ടപ്പോഴും തോന്നിയത്. ഗേ ക്യാരക്ടറായി വരെ ഈ 72-ാം വയസ്സിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ക്യാരക്ടർ ചെയ്താലും ഇതിൽ കൂടുതൽ ആളുകളെ ഞെട്ടിക്കാൻ സാധിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ വന്താൻ തലവരവ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള അടുത്ത വമ്പൻ കഥാപാത്രം കൊടുമൻ പോറ്റി, അതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ഈ സിനിമ കണ്ട് മമ്മൂട്ടി എന്ന നടന്റെ അഭിനയത്തെ പുകഴ്ത്താത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കാൻ വഴിയില്ല. ചില മൈന്യൂട്ടായ എക്സ്പ്രഷൻസ് പോലും വെച്ച് വൻ പീക്ക് വില്ലനിസമാണ് അങ്ങേര് കാഴ്ചവെച്ചത്. എഗെയിൻ വീണ്ടും സ്റ്റേറ്റ് അവാർഡ് തൂക്കി. പിന്നീട് ടർബോ, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, ബസൂക്ക എന്നീ പടങ്ങൾ ഇറങ്ങി. അതിൽ ബസൂക്ക ഡിസാസ്റ്റർ ആയതോടെ മമ്മൂട്ടി ഡൗൺ ആയെന്ന് പലരും കരുതി. അതത്രേ ഉള്ളൂ, അവന്റെ സമയം കഴിഞ്ഞു. വാ. എന്നാൽ തൻ്റെ കളങ്കാവലിലൂടെ വീണ്ടും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് എല്ലാ സിനിമാ പ്രേക്ഷകരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ ഒരു 5 വർഷത്തിനിടയ്ക്ക് അനേകം യങ് ഡയറക്ടേഴ്സിനും യുണീക്ക് കോൺസെപ്റ്റുകൾക്കും വെറൈറ്റി കഥാപാത്രങ്ങൾക്കും മമ്മൂട്ടി ഓക്കെ പറഞ്ഞു. ഇത് ഓരോ സിനിമാ പ്രേമികൾക്കും വൻ ട്രീറ്റായി മാറുകയും ചെയ്തു. മാത്രമല്ല ഈ ഒരു 5 വർഷത്തിനിടയ്ക്ക് 4 നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങളെ ഇദ്ദേഹം അവതരിപ്പിക്കുകയും ആ 4 കഥാപാത്രങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കുകയും ചെയ്തു. ഇതൊന്നും അങ്ങേർക്ക് അത്ര പുതുമയുള്ള വിഷയവുമല്ല. എങ്കിലും ഇദ്ദേഹത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളെയും കഥാപാത്രങ്ങളെയും ഓരോ പ്രേക്ഷകരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും.